ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പ്രൊഫസർ എം കെ സാനു പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പ്രബോധ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രൊഫസർ എം കെ സാനു പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള നിർവഹിച്ചു. മലയാള ഭാഷ മാത്രമല്ല, ലോകത്തിലെ ഭാഷകളുമായുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഒരു വലിയ ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ നേട്ടം. മലയാളം ചെറുതാണെന്ന് തോന്നുമെങ്കിലും മലയാളത്തിന്റെ ഉള്ളടക്കം കൊണ്ട് അത് വലിയ ഒരു ശേഷിയുള്ള ഭാഷയാണ്. അപ്പൊ ലോക ഭാഷകളുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഗ്രഥനത്തിന്റെ ഒരു വേദിയായി അതിന് പറ്റുന്ന ആളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ചർച്ച ചെയ്യുന്നതോറും പുതിയ പുതിയ ആശയങ്ങൾ വരും. അത് ചെയ്യണം. ഒന്നതാണ്. മറ്റൊന്ന്, മാഷിന്റെ ഒരു സംഭാവന പ്രസംഗ കലയാണ്. ഇതൊരു പുസ്തകമുണ്ട്, പ്രസംഗ കല എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. ഞാനത് കോളേജ് പഠിക്കുന്ന കാലത്തെ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം കേരളം ശ്രദ്ധിക്കുന്ന പ്രമുഖ കവി പ്രൊഫസർ എസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജസ്റ്റിസ് PS ഗോപിനാഥൻ മുഖ്യാതിഥിയായി. പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനുവിന്റെ മകളും സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറുമായി റിട്ടയർ ചെയ്ത ഗീത MS, പ്രബോധ ട്രസ്റ്റ് സെക്രട്ടറി DD നവീൻകുമാർ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് DG സുരേഷ്, പ്രസിഡന്റ് കുമാരനാശൻ സാംസ്കാരിക കേന്ദ്രം കൊച്ചി, ഡോക്ടർ ലീല PU സോഷ്യോളജി വിഭാഗം സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, ഡോക്ടർ സ്മിതി S ബാബു, മലയാള വിഭാഗം സെന്റ് സേവിയേഴ്സ് കോളേജ് ശരത് BS, മലയാള വിഭാഗം സെന്റ് പീറ്റേഴ്സ് കോളേജ് കളമശ്ശേരി, സാന്റ് ജോസ് A തോമസ്, സോഷ്യോളജി വിഭാഗം SH കോളേജ് തേവര ഡോക്ടർ ഉഷ കിരൺ, പ്രമുഖ കവി KV അനിൽകുമാർ, ഡോക്ടർ എൽസമ്മ ജോസഫ് അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെയാണ് ബേസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ആധുനികത എന്ന് പറയുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട് എന്ന്, അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സാനുമാഷിന് പ്രസക്തിയുള്ളത് എന്ന് ഹവർമാസിനെ പോലെ അവർ പറയുന്നുണ്ട്. ആ 18-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ശാസ്ത്ര പുരോഗതി വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഒന്നാമത്തെ 2 യുദ്ധങ്ങളാണ് ഉണ്ടാക്കി. ആത്മസുഖം ലഭിക്കുന്നതിന് ഉള്ള വഴിയാണ് പലരും തേടുന്നത്. ആ വഴിയിലാണ്, പക്ഷെ ആ പോക്കിലാണ് തെറ്റുപറ്റുന്നത്. അതൊന്ന് നേരെയാക്കി എടുക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ സാനുമാഷ പോലെയുള്ള മഹാന്മാർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ സൊസൈറ്റിയെ മാറ്റാൻ സാധിക്കുമെന്ന് ഇതുപോലെയുള്ള പ്രൊഫസർ എം കെ സാനുവിന്റെ സമ്പൂർണ്ണ കൃതികൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുവാനും സാനു മാസ്റ്ററുടെ ആശയങ്ങളും ചിന്തകളും യുവജനങ്ങളിലും കേരളത്തിലും പുറത്തുമുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ള കോളേജുകളിൽ സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക. MG റോഡിലുള്ള പ്രബോധ ഭവൻ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.